വ്യാജന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റാണ്. ആ പ്രതികളെ പിടികൂടണമെന്ന് നിങ്ങളുടെ പാർട്ടി ആവശ്യപ്പെട്ടു. തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത്. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലോ ഇടുക്കി. അല്ലേ അല്ലേ? യെസ്, ഇവളാണ് മിടുമിടുക്കി. ഇടുക്കിയിലേക്ക് വരുമ്പോൾ കവി റഫീഖ് അഹമ്മദിൻ്റെ മനോഹരമായ ഈ വരികളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ആ മിടുമിടുക്കിയുടെ മടിത്തട്ടിലാണ് ഇന്ന് ജനം ടി വി ജനകീയ സംവാദവേദിയായ ജനസഭ സംഘടിപ്പിക്കുന്നത്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കട്ടപ്പനയിലാണ് ഇന്ന് ജനസഭ ചേരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിയിരിക്കുന്നു. കേരളം ഏപ്രിൽ 26-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. മൂന്ന് മുന്നണികളും വളരെ സജീവമായി തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട്. ഇടുക്കിയിൽ സിറ്റിംഗ് എം പിയായ ഡീൻ കുര്യാക്കോസ് വീണ്ടും ജനവിധി തേടുന്നു. ഡീൻ കുര്യാക്കോസിൻ്റെ പ്രധാന എതിരാളി മുൻ എം പി കൂടിയായ LDF സ്ഥാനാർത്ഥി ശ്രീ ജോയ്സ് ജോർജാണ്. NDAയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് BDJSലെ സംഗീത വിശ്വനാഥാണ്. വളരെ ശക്തമായ മത്സരത്തിനാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ ഇന്നത്തെ ജനസഭയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. NDAയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്നത് BJPയുടെ ദേശീയ കൗൺസിൽ അംഗം ശ്രീ ശ്രീനഗരി രാജനാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ജനസഭയിലേക്ക് ക്ഷണിക്കുന്നു. ഇടതുമുന്നണിയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്നത് CPMൻ്റെ ഏരിയ സെക്രട്ടറി കൂടിയായ ശ്രീ VR സജിയാണ്. ശ്രീ VR സജിയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. UDFനെ പ്രതിനിധീകരിച്ച് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് UDFൻ്റെ ജില്ലാ ചെയർമാൻ കൂടിയായ ശ്രീ ജോയ് വെട്ടിക്കുഴിയാണ്. മൂന്ന് അതിഥികളെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം ശ്രീനഗരി രാജനിൽ നിന്ന് ആരംഭിക്കുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തിൽ 2 ഡിജിറ്റ് സീറ്റ് നേടും എന്നുള്ളതാണ്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണോ NDA ഈ ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്? സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ നടന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ പ്രവർത്തനം സാധാരണ പോലെയല്ല. കഴിഞ്ഞ 5 വർഷം 2019 BJP അധികാരത്തിൽ വന്ന ഉടൻ തന്നെ 24-ലേക്കുള്ള പ്രവർത്തനം ആരംഭിച്ച പാർട്ടിയാണ് BJP. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമുക്കൊരു പ്രശ്നമല്ല. സംഘടനാപരമായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കെട്ടിവെച്ച കാശ് സർക്കാരിൻ്റെ കൊടുക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിലൊരു പാർട്ടിയുടെ നേതാവും കേരളത്തിലെ ഇടതുമുന്നണിയുടെ നേതാവുമായ സഖാവ് EP ജയരാജൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 5 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയും ചേർന്നാണ് മത്സരിക്കുന്നത്. അവിടെ UDF 3-ാം സ്ഥാനത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ നിലയിൽ പാർട്ടിയെ നഖശികാന്തം എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ആ നിലയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തി BJP സംസ്ഥാന പ്രസിഡന്റ് അതിനെ സ്വാഗതം പറയുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് രാഷ്ട്രീയ എതിരാളികൾക്കറിയാം കേരളത്തിൽ ഇന്ത്യയിൽ വളരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയും സഖ്യകക്ഷി ദേശീയ ജനാധിപത്യ സഖ്യവുമാണെന്നറിയാം. രാജ്യത്ത് കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 16% അടുത്ത് വോട്ടാണ് കിട്ടിയത്. 15-16% കൊണ്ട് വിജയത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല. അത് ഏതാണ്ട് 25-ലേക്കാണ്. കാരണം CPMന് കിട്ടിയ വോട്ട് മാത്രം 25%. 25-ന് മുകളിലേക്ക് കിട്ടിയാൽ മാത്രമേ കേരളത്തിലും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും സ്പേസിലേക്കും അത് മറികടക്കാനും BJP കഴിയുള്ളൂ. അതിന് കഴിയുന്നത് UDFലും LDFലും നിൽക്കുന്ന അല്ലാത്തവരുമായ ബഹുജനങ്ങൾ നമ്മുടെ പാർട്ടിയിലേക്ക് വരിക എന്നുള്ളതാണ്. ആ ഒഴുക്ക് കഴിഞ്ഞ 5 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ
ധാരാളം ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പും ഇപ്പോഴും അതിന് മുമ്പും വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ UDF നേതാക്കന്മാർ, അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരായിട്ടുള്ള ശ്രീ കരുണാകരൻ്റെയും അതുപോലെ തന്നെ ആൻ്റണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ അനേക നേതാക്കന്മാരുടെ മക്കളും അനേകം ആളുകൾ കോൺഗ്രസ് ഇന്ന് പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു അത്ഭുതമായ കാര്യമല്ല. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ തന്നെ CPMൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന സ്ഥലത്തും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി 18 ലോക്സഭാ സീറ്റോടെ പശ്ചിമ ബംഗാളിലും, ആ ചെറിയ സംസ്ഥാനമാണെങ്കിലും മൃഗീയ ഭൂരിപക്ഷത്തോടെ ഭാരതീയ ജനതാ പാർട്ടി ത്രിപുരയിലും ഭരിക്കുകയാണ്. അതിനെല്ലാം സഹായിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും CPMൻ്റെയും CPIയുടെയും കോൺഗ്രസിൻ്റെയും അനുഭാവികൾ BJPയിൽ വന്നുകൊണ്ടാണ്. ഇവിടെ അതുകൊണ്ടാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ അതാണ് നടക്കുന്നത്. UDFയിലും LDFിലും നിൽക്കുന്ന നേതാക്കന്മാരും അണികളും ലക്ഷോപലക്ഷം ആളുകൾ ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരും. ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് അത്ഭുതകരമായി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ആ നിലയിലുള്ള വലിയ മാറ്റം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലം, ഇപ്പോൾ ഇവർ ചർച്ച ചെയ്യുമ്പോൾ ഇവർ രണ്ട് കൂട്ടരും പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ ജോയ്സിൻ്റെ കാലഘട്ടം, കഴിഞ്ഞ 5 വർഷക്കാലം എന്ന് പറയുന്നത് അന്ന് കേന്ദ്രം ഭരിച്ചത് BJPയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ഇവിടെ MP ആണ്. അദ്ദേഹവും ഈ രണ്ട് കൂട്ടരും ചാനൽ ചർച്ചയിലും മാധ്യമങ്ങളിലും തങ്ങൾ MP എന്ന നിലയിൽ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ആ അവകാശവാദം ഞാൻ സ്വാഗതം ചെയ്യാൻ കാരണം, ഈ 10 വർഷക്കാലം ഭരിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ആ മോദി ഈ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും രാഷ്ട്രീയ വിവേചനമില്ലാതെ ഇവിടെ ആര് ഭരിക്കുന്നു നോക്കാതെ കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് വിശേഷിയ ഇടുക്കിയിലെ ജനങ്ങൾക്കും കോടാനുകോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് അവരുടെയാണെന്ന് പറഞ്ഞാൽ അവകാശപ്പെടുന്നത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന ആ ചോദ്യത്തിന് എന്തെങ്കിലും മറുചോദ്യമുണ്ട്. ആ ഒരു 10 വർഷം മുമ്പ് ഇവിടെ PT തോമസും അതിനു മുമ്പ് ജോയ്സ്, നമ്മുടെ ഇപ്പോൾ കോട്ടയത്ത് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഇവിടെ MP മാരായിരുന്നു. 10 വർഷത്തെ UPA ഭരണകാലത്തെ 2004 മുതൽ 14 വരെയുള്ള കാലഘട്ടത്തിൽ ഇടുക്കിയിൽ എന്ത് വികസനമാണ് നടന്നത്? അന്ന് ഈ രണ്ട് കൂട്ടരും അവരെ പിന്തുണച്ച ആളുകളാണ്. എന്ത് നേട്ടമാണ് ഉണ്ടായത്? മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെയും കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെയും ഒരു തീമഴ ഇടുക്കിയിലെ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണിത്. ജനങ്ങൾ ഭയവിഹ്വലരായി തെരുവിലിറങ്ങുകയാണ്. UPA ഭരണകാലത്ത്, കോൺഗ്രസ് ഭരണകാലത്ത് നടന്നെങ്കിൽ ഇടുക്കിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭിമാനത്തോടെ പറയാം, 2014 BJPയുടെ ഗവൺമെൻറ് കേന്ദ്രത്തിൽ വന്നതിന് ശേഷം മാധവ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട്, അതിൻ്റെ ശബ്ദം കേൾക്കാനില്ല, അതെടുത്ത് മൂലയ്ക്ക് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളിലും പത്രങ്ങളിലും കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരും ഒക്കെ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ചെന്നൈയിലെ ഒരു കമ്മിറ്റി, ഒരു പരിസ്ഥിതി പ്രദേശങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കോടതി ഉണ്ടാകുന്നുണ്ട്. ആ കോടതിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഭീഷണി വരും. ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരോടെ കൊണ്ട് കേസ് കൊടുക്കും. ആ കോടതിയിൽ നിന്ന് ഗ്രീൻ ട്രിബ്യൂണൽ അവിടുന്ന് കേസ് വരും. അവരുടെ അന്തിമ തീരുമാനമാണെന്നാണ്. അത് ഇടുക്കിയിലെ കൃഷിക്കാരെ പലപ്പോഴും ആ ഭീതിയിലേക്ക് നയിച്ചിട്ടുണ്ട്, ആകുലതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, കൃഷിക്കാരുടെ ഉത്കണ്ഠ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ വിധിക്കുമേൽ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാമെന്ന് തീരുമാനിച്ച പാർട്ടിയും ഗവൺമെൻറ്റുമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ്. അതുകൊണ്ട് ആ കാർഷിക പ്രശ്നത്തിൻ്റെ പേരിൽ കൃഷിക്കാർക്ക് ഇവിടെ വലയേണ്ടി വന്നിട്ടില്ല. ഏറ്റവും അവസാനം എപ്പോഴും മണിയാശാനും ഇടതുമുന്നണിയും UDF ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ 80-ലെ ശ്രീമതി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന 80-ലെ വനനിയമത്തെ പറ്റി പറയുമായിരുന്നു. അതുകൊണ്ടാണ് പട്ടയം കൊടുക്കാത്തതെന്ന് പറയുമായിരുന്നു. അതുപോലെ തന്നെ ആളുകളുടെ ഭൂമി 10, 25, 30, 40 വർഷമായി കൈവശമിരിക്കുന്ന ഭൂമിയിൽ രേഖകളും അതിൻ്റെ അനുബന്ധ രേഖകളൊക്കെ പരിശോധിച്ച് ചെല്ലുമ്പോൾ വനഭൂമിയാണെന്ന റെക്കോർഡിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭൂമികൾ വനഭൂമിയായി എടുക്കാമായിരുന്നു. അങ്ങനെ എടുക്കാൻ അധികാരം കേരളത്തിലുണ്ടായിരുന്നു. നമ്മുടെ മതികെട്ടാനിലടക്കം ആയിരക്കണക്കിന് കൃഷിക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അവരെ ബലമായി അവിടുന്ന് ഈ നിയമത്തിൻ്റെ പിൻബലത്തിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. എന്നാൽ ഈ 2023 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സുപ്രധാനമായ വനനിയമം, 80-ലെ വനനിയമം ഭേദഗതി ഇതുകൊണ്ടാണ്. ഒരാളെയും ഇനി വനനിയമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇടുക്കിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇടമലക്കുടിയടക്കം ഈ രാജ്യത്തെ എല്ലാ വനനിബിഡമായ പ്രദേശങ്ങളിൽ ആദിവാസികൾക്ക് റോഡ് സഞ്ചാരമില്ല. അവിടങ്ങളിലടക്കം ഈ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ റോഡ് വെട്ടാൻ കഴിയും. ഇങ്ങനെയുള്ള കാർഷിക സ്നേഹപരമായ ഒരു പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനവാസ കേന്ദ്രമുള്ള ജില്ലയാണ്. ആ സുപ്രധാനമായിട്ടുള്ള നമ്മുടെ തേക്കടി ഉൾപ്പെടെയുള്ള, മൂന്നാർ ഉൾപ്പെടെയുള്ള വനപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ബഫർ സോണിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതിയുടെ വിധി
ഒരു 4-5 മാസം മുമ്പ് വന്നോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇടുക്കിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF ഹർത്താൽ നടത്തുകയുണ്ടായി. BJP പറഞ്ഞു കേന്ദ്രത്തിൽ ഒരു ഉറച്ച ഗവൺമെൻറ്റാണ്, കർഷക താല്പര്യമുള്ള ഗവൺമെൻറ്റാണ്. കേന്ദ്ര വനം മന്ത്രി തേക്കടി വന്നപ്പോൾ ഇവിടുത്തെ ബിഷപ്പുമാരും ഞങ്ങളെല്ലാവരും അവിടെ പോയി മെമ്മോറണ്ടം കൊടുത്തു. അന്ന് തന്നെ മന്ത്രി ഉറപ്പ് തന്നു, ബഫർ സോണിൻ്റെ കീഴിലുള്ള ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ പാടില്ല, അല്ലെങ്കിൽ നിർത്തിവെക്കണം. ബഫർ സോൺ എന്ന് പറയുന്ന ഭീഷണിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് അതിനാവശ്യമായ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്ത് ആ ആപത്തിൽ നിന്ന് കൃഷിക്കാരെ രക്ഷിക്കുകയുണ്ടായി. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ കൃഷിക്കാരെ സ്നേഹിക്കുന്ന, കൃഷിക്കാർക്ക് പ്രയോജനകരമായ അനേക കാര്യങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിൽ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേരും ഇരുന്നപ്പോൾ ഞങ്ങളുടെ പാർട്ടിയൊന്നുമല്ലല്ലോ, മോദിയെ വിമർശിക്കുകയും മോദിക്കെതിരെ ചോര കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരാണെങ്കിലും കോടാനുകോടി രൂപയുടെ വികസനം ഇടുക്കിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു MP ആണ് ഇവിടെ ജയിച്ചു വരുന്നതെങ്കിൽ ഇടുക്കിയിൽ വലിയ മാറ്റം ഉണ്ടാവും. കാരണം ഇടുക്കി എന്ന് പറഞ്ഞത് 72-ലാണ് രൂപം കൊണ്ടത്. ഇടുക്കി 72-ലാണ് രൂപം കൊണ്ടത്. നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും അവികസിതമായ പ്രദേശമാണ് ഈ പ്രദേശം. തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നതാണ് ഭൂപ്രദേശം. പക്ഷേ 1955 പട്ടമ്പയാണുള്ളവരുടെ ചില ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തന്ത്രപരമായ പ്രദേശം ഇടുക്കിയുടെ ഭാഗമായി വന്നത്. പക്ഷേ 55-ന് ശേഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF മാറി ഭരിച്ചിട്ടും ഇടുക്കിയിൽ സമഗ്രമായ മാറ്റങ്ങൾ, ഇടുക്കിയിലെ പുരോഗതി ഉണ്ടായിട്ടുള്ള കൃഷിക്കാർക്ക്. നേരെ മറിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അല്പം വിവാദപരമായ വിഷയമാണ്, ഈ ഭൂപ്രദേശം, ഹൈറേഞ്ച് പ്രദേശം തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇന്നത്തേക്കാൾ ഇരട്ടി മാറ്റമുണ്ടാകുമായിരുന്നു. ഇടുക്കിയിലെ പ്രശ്നങ്ങളുടെ എപ്പോഴും അവഗണനയാണ്. ഇടുക്കിയിലെ അത് കാര്യമായി പഠിക്കാത്തവരും ഹോംവർക്ക് ചെയ്യാത്തവരും ഇടുക്കിയിലെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാത്തവരുമാണ് ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതാക്കന്മാർ. ഓക്കെ ശ്രീ ഒരു നിമിഷം പറയട്ടെ. ശ്രീ വിയാസജി, ഇടുക്കിയിലെ കർഷകർക്കും അതുപോലെ വനവാസികൾക്കും കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ്, അതാണ് ശ്രീനഗരി രാജൻ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും നരേന്ദ്രമോദിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും ഈ മണ്ഡലത്തിലെ വോട്ടർമാർ. ആ ഒരു വിശ്വാസമാണ് NDAക്ക് ഉള്ളത്. ശ്രീ സജി, ഒരു കാര്യം കൂടി EP ജയരാജനാണ് പറഞ്ഞത്, അതായത് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യ എതിരാളി NDA ആണെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജനാണ് പറഞ്ഞത്. ആ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യില്ലേ? തീർച്ചയായും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ദേശീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ലോകം ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ ഈ കൊച്ചു കേരളത്തിലെ 20 സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനാധാരമായ കാര്യം ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷതയാണ്. ഈ കേരളത്തിൻ്റെ വർഗീയതയോടുള്ള എതിർപ്പാണ്. ഈ കേരളത്തിൻ്റെ വികസന രംഗത്തുള്ള പുരോഗതിയാണ്. ഈ കേരളത്തിൻ്റെ BJP ഗവൺമെൻറ് തന്നെ തന്നിട്ടുള്ള ലോകോത്തര മാതൃകയായ 5-8 അവാർഡുകളാണ്. ആ അവാർഡുകളെല്ലാം മേടിക്കുന്ന ഈ കേരളം BJPക്കാരനെന്നോ CPMകാരനെന്നോ കോൺഗ്രസ്സുകാരനോ വ്യത്യാസമില്ലാതെ ഈ കേരളത്തെ ആകെ ഒന്നായി കണ്ടുകൊണ്ട് നടത്തിയ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ബഹുമാനപ്പെട്ട ശ്രീനഗരി രാജൻ പറഞ്ഞതുപോലെ ഇടുക്കിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി ചെയ്തു എന്ന് പറയുന്നതിന് മുമ്പ് ഇന്ത്യയുടെ കണക്കെന്താണ്? ഇന്ന് ലോകത്തെ പട്ടിണിക്കാരുടെ പട്ടികയിൽ 117-ാം സ്ഥാനം. ലോകത്തെ ചിരിക്കാത്ത മനുഷ്യരുള്ള രാജ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്ര ജനവിഭാഗങ്ങളുള്ള രാജ്യം, 19 കോടിയോളം വരുന്ന ജനങ്ങൾ രാജ്യത്തിനകത്തൂടെ തൊഴിൽ തേടി ആഭ്യന്തര പലായനം നടത്തുന്ന രാജ്യം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി വിറ്റഴിക്കുന്ന രാജ്യം, ഇന്ത്യയിലെ ക്രിസ്ത്യാനിക്ക്, മുസൽമാന്, മറ്റ് ജാതിയിൽപ്പെട്ട ദളിതന്, ആദിവാസികൾക്ക് വീട്ടിൽ കടന്ന് ഉറങ്ങാൻ കഴിയാത്ത രാജ്യം, ഈ രാജ്യമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നരേന്ദ്രമോദി അതിനെ നേരിടുന്നത് എങ്ങനെയാണെന്ന് ഏറ്റവും അവസാനത്തെ ഇലക്ട്രൽ ബോണ്ട് പോലുള്ള കഥകളിലൂടെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നാനാജാതി മതസ്ഥരായ മനുഷ്യർക്ക് ഒരുപോലെ ജീവിക്കുവാൻ കഴിയുന്ന, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരുപോലെ സാംശീകരിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഒരിടമായി മാറിയ കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ
അതുപോലെ തന്നെ പ്രളയ ഘട്ടത്തിലെല്ലാം തന്നെ ജനങ്ങളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിലൂടെ അത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടുക്കി, അദ്ദേഹം പറഞ്ഞു ഇടുക്കി മോഡിജി വന്നതിന് ശേഷമാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞതിന് കേട്ട്. ഈ ഇടുക്കി ആകെ മാറി. ഇടുക്കിയിലെ മലയോര ജനത, നമ്മൾ ആ എറണാകുളംകാർക്ക് മുന്നിൽ, തൃശ്ശൂർക്കാർക്ക് മുന്നിൽ, തിരുവനന്തപുരംകാർക്ക് മുന്നിൽ നമുക്ക് അവർ പറയാൻ മലയിലുള്ള മനുഷ്യരാണ് ഇടുക്കിക്കാർ. മലയിൽ നിങ്ങളുടെ മലയിലേക്ക് എങ്ങനെ വരാൻ പറ്റുമെന്ന് ഞങ്ങളുടെയൊക്കെ ബന്ധുക്കളൊക്കെ അടക്കമുള്ള സുഹൃത്തുക്കളൊക്കെ ചോദിക്കുമായിരുന്നു. ഇന്ന് ഇടുക്കി ദേശീയപാത വികസനത്തിൽ, അതുപോലെ തന്നെ മലയോര ഹൈവേയുടെ വികസനത്തിൽ, പ്രാദേശിക ഫണ്ടുകളുടെ വിനിയോഗത്തിലെല്ലാം ഒന്നൊന്നായി അടിക്കടിയായി മുന്നേറിക്കൊണ്ട് ഈ മലയോര ജില്ല വിദ്യാഭ്യാസ രംഗത്ത് കോട്ടയം അടക്കമുള്ള ജില്ലകളോട് മത്സരിക്കാൻ കഴിയുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സവിശേഷമായൊരു സാഹചര്യം, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പൂർണ്ണ രൂപമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എങ്ങനെ? പട്ടിണിയില്ല, തൊഴിലില്ലായ്മ കുറയുന്നു. നമ്മുടെ നാട്ടിലെ ചെറിയ തൊഴിലെടുക്കാൻ വേണ്ടി നമ്മുടെ മലയാളികൾ മറ്റ് സംസ്ഥാനക്കാരെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരുന്നു. ആ നിലയിൽ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുന്ന ഈ നാട് മുന്നേറുവാൻ കേരളം ഒരു മാതൃകയായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ജോയ്സ് ജോർജ് അദ്ദേഹം നടത്തിയ പ്രവർത്തന മികവിലൂടെ ഒരു പാർലമെന്റേറിയൻ എങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കണമെന്ന് മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം നടത്തിയ പ്രവർത്തനത്തിന് ആ തിരിച്ചറിവ് കൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. യെസ്, ലോകത്തിൽ ചിരിക്കാത്ത ജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇവിടെ ഇരിക്കുന്നവർക്കും അതേ അഭിപ്രായമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ ജോയ് വെട്ടിക്കുഴി ഒരു നിമിഷം പറയട്ടെ. ശ്രീ ജോയ് വെട്ടിക്കുഴി ഹൈ റേഞ്ചിൽ ഹൈ വോൾട്ട് മത്സരം നടക്കുമോ? സിറ്റിംഗ് MP-യുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയാണോ ഇക്കുറി വോട്ട് തേടുന്നത്? ഇവിടെ ഇപ്പം രണ്ട് ആളുകൾ പറഞ്ഞതനുസരിച്ച് UDF ഇപ്പോൾ സീറ്റൊന്നും കിട്ടാനില്ല. കാരണം അത് കുഴപ്പമില്ല, അതുകൂടെ നിങ്ങളങ്ങ് എടുത്തു, അതും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നടക്കാൻ പോകുന്നത് 20 സീറ്റും കേരളത്തിൽ UDF ജയിക്കാൻ പോവുകയാണ്. യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കാരണം ഈ രാജ്യം, അതായത് കേന്ദ്രവും അതോടൊപ്പം തന്നെ സംസ്ഥാനവും രണ്ടും ഭരിക്കുന്നത് രണ്ട് സ്വേച്ഛാധിപതികളാണ്. അത് അണ്ണനും തമ്പിയും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ആളുകളുടെയും ഭരണത്തിന് കീഴിൽ കേരളത്തിലെ ജനങ്ങൾ ശ്വാസം മുട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ രണ്ട് ഭരണത്തിനുമെതിരെയുള്ള വലിയ വിധിയെടുത്തായിരിക്കും ഇവിടെ നടക്കാൻ പോകും. EP ജയരാജൻ പറഞ്ഞത് ശരിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത് BJP 2ാം സ്ഥാനത്ത് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ LDF 3ാം സ്ഥാനത്ത് പോകുമെന്നാണ്. കാരണം 1ാം സ്ഥാനത്ത് UDF ആണ് വരാൻ പോകുന്നത്. 1ാം സ്ഥാനത്ത് UDF ആണ് വരാൻ പോകുന്നത്. 2ാം സ്ഥാനത്ത് BJP ആണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം മുന്നണി 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ കൺവീനറുള്ള സംസ്ഥാനമാണ് കേരളം. അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ അറിയാം. കാരണം EP ജയരാജനും നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനുമൊക്കെ ഈ പറയുന്ന ദോസ്തുക്കളുടെ ആളുകളാണ്. അവർ തമ്മിലൊക്കെ ചില ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്താണ് ചില സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ചില സ്ഥലങ്ങളിലൊക്കെ BJPയുടെ സഹായമൊക്കെ ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചില സഹായമൊക്കെ BJPക്കാർക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. 5 സ്ഥലങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെ സ്ഥലത്ത് LDF BJPക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് BJP 2ാം സ്ഥാനത്ത് വരും എന്ന് പറഞ്ഞത്. അപ്പോൾ അല്ലാതെ ഈ സംസ്ഥാനത്ത് അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാഹചര്യവുമില്ല. നമുക്കറിയാം, ഇതുപോലെ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ പൗരത്വം തീരുമാനിക്കപ്പെടുന്ന നിലയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം അധപ്പതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ബഹുസ്വരതയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും നരേന്ദ്രമോദി ഇതുപോലെയുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ രാമക്ഷേത്രം പണിയുക,
അല്ലെങ്കിൽ പുൽവാമ പോലെയുള്ള പട്ടാള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വന്നപ്പോൾ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്ന സാധനമാണ് ഈ പൗരത്വ ഭേദഗതി ആക്ട് എന്ന് ഭേദഗതി ബില്ല് അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത്. ഇതൊക്കെ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങളിൽ അംഗീകരിക്കപ്പെടുന്നത്? നമ്മുടെ ഒരു ബഹുസ്വരതയും നമ്മുടെ മതേതരത്വവുമാണ്. ആ മതേതരത്വം എടുത്തു കളഞ്ഞതിന് ശേഷം 3 രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന മുസ്ലിം ഒഴികെയുള്ള ബാക്കിയുള്ള ആളുകൾക്കെല്ലാം പൗരത്വം കൊടുക്കാമെന്നും ആ മുസ്ലിം ഉള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കുകയില്ല എന്ന് പറയുമ്പോൾ ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ തടങ്കൽ പാളയത്തിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഞാനും സജിയും ശ്രീനഗരി രാജനും ഞങ്ങൾ 3 പേരും പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്നതാണ് എങ്കിൽ എനിക്കും സജിക്കും ഇവിടെ പൗരത്വം തരികയും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ശ്രീനഗരി രാജൻ അല്ലെങ്കിൽ അവർക്ക് 2 പേർക്കും കൊടുക്കുകയും എനിക്ക് തരികയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു ന്യായമാണ്? അതെന്തൊരു നീതിയാണ്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇവിടെ ജീവിക്കാൻ ഇവിടെ അംഗീകരിക്കത്തില്ല. എനിക്ക് തിരിച്ചു പോകാനായിട്ട് എനിക്ക് മാർഗമില്ല. പ്ലീസ് 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 ഒരു നിമിഷം അല്ല, ഞാനിത് ഒരു നിലയിലേക്ക് ഈ ഒരു ബില്ലിനെ എതിർത്ത് കോൺഗ്രസിന്റെ എല്ലാ എം പിമാരും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായി സംസാരിച്ചത് ശ്രീ ശശി തരൂരും ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീറുമാണ്. പാർലമെന്റിന്റെ ചുമ്മാ ഇവിടെ ഇരുന്ന് കാറിയിട്ടൊന്നും ഒരു കാര്യമില്ല. പാർലമെന്റിന്റെ രേഖകൾ എടുത്ത് പരിശോധിക്കണം. അതിനകത്ത് ആരാണ് വോട്ടെടുത്തന്റെ രേഖകൾ വോട്ടെടുപ്പിന്റെ രേഖകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. കാരണം ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്ത് ആദ്യമായി കള്ളം പറഞ്ഞ ആള് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. പ്ലീസ് 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 ഒന്ന് ഇരിക്കൂ പ്ലീസ്, ഒന്ന് സഹകരിക്കൂ പ്ലീസ്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന് പറയാനുള്ളത് പറയട്ടെ. മറ്റു 2 പേരും വിശദീകരിച്ചല്ലോ. അതുപോലെ UDF പ്രതിനിധിയുടെ സമയമാണ്, അദ്ദേഹം പറയട്ടെ. നിങ്ങൾ ഇടപെട്ട് അലങ്കോലപ്പെടുത്തരുത് ദയവ് ചെയ്ത് പ്ലീസ്. അഭിപ്രായങ്ങൾ ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. പറയട്ടെ. പാർലമെന്റിൽ കോൺഗ്രസ് എംപിമാർ വോട്ട് ചെയ്തില്ല എന്ന് ഈ സംസ്ഥാനത്ത് ആദ്യമായി ആ നുണ പറഞ്ഞ രാഷ്ട്രീയക്കാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് ഇതിൻ്റെ എല്ലാ രേഖകളും അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണ പറയരുത്. കഴിഞ്ഞ ദിവസം ശ്രീ ഡീൻ കുര്യാക്കോസ് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുള്ള വാദഗതി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ രേഖകളും ഞങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. പറഞ്ഞ ആളുകൾക്ക് മുഴുവൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. പാർലമെന്റിന്റെ സൈറ്റിൽ കയറി പരിശോധിച്ചാൽ അവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവിടെ ഈ ചർച്ചകളല്ലല്ലോ, അവിടെ രേഖകൾ പരിശോധിച്ചാലും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ സംസ്ഥാനത്ത് ഈ കാര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് UDF ആണ്. UDFനെതിരെ എന്തോരം കേസുകളാണ് എടുത്തിരിക്കുന്നത്. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞിട്ട് കേസുകൾ പിൻവലിച്ചു. ഞങ്ങൾക്കെല്ലാം ആയിരക്കണക്കിന് കേസുകൾ ഇന്നും ഈ സംസ്ഥാനത്ത് നിലനിൽക്കുകയല്ലേ. പൗരത്വ ബില്ലിനെതിരെ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തെ ശബ്ദമുയർത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് ഇതുപോലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. കാരണം ക്ഷേമ പെൻഷൻ ഇല്ല. അങ്ങനെയുള്ള അടിമാലിയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ പാവപ്പെട്ട അമ്മച്ചിമാർ പിച്ചച്ചട്ടിയും എടുത്ത് വഴിയിൽ നടക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. KSRTCയിൽ അവിടെ ശമ്പളമില്ല. ഈ മാസം സാധാരണ ജീവനക്കാർക്ക് ശമ്പളമില്ല. ആശുപത്രികളിൽ മരുന്നില്ല. സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാനില്ല. അങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഈ സംസ്ഥാനത്ത് സൃഷ്ടിച്ച ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ വലിയ വിധിയെടുത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അണ്ണനെയും തമ്പിയെയും പാഠം പഠിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ഞാൻ ചോദിച്ചു, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമോ ഈ തെരഞ്ഞെടുപ്പിൽ? അതിന് വ്യക്തമായ മറുപടി പറഞ്ഞില്ല. അതുപോലെ ഞാൻ UDFന്റെ പ്രതിനിധിയോട് ചോദിച്ചു, സിറ്റിംഗ് MPയുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണോ വോട്ട് ചോദിക്കുക എന്ന് ചോദിച്ചു. അതിനും എനിക്ക് വ്യക്തമായ മറുപടി കിട്ടിയില്ല. എന്തായാലും ചർച്ചയുടെ ഇടയിൽ അക്കാര്യങ്ങൾ കൂടി പരാമർശിച്ച നന്ന്
മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയ നിലപാട് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി വോട്ടർമാരിലേക്കാണ് പോകുന്നത്, അവരുടെ ചോദ്യങ്ങളിലേക്ക്. അവർക്ക് ചോദിക്കാൻ അനവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ജനസഭയിൽ ആദ്യ ഇടവേള ഉടൻ തിരിച്ചെത്താം. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ജനസഭ, കട്ടപ്പനയിൽ ജനസഭ പുരോഗമിക്കുന്നു. വോട്ടർമാരിലേക്ക് പോവുകയാണ്. ആദ്യ ചോദ്യം ആരാണ് ചോദിക്കുന്നത്? പെട്ടെന്ന് മൈക്ക് കൊടുക്കും. യെസ്. എനിക്ക് ഒരു ചോദ്യം ആദ്യം ചോദിക്കാനുള്ളത് BJPയുടെ പ്രതിനിധിയോടാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടെ കർഷകരെ സംരക്ഷിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ് ആണെന്നാണ്. ഇപ്പോൾ ഇവിടുത്തെ ബഫർ സോണുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ ഇടുക്കിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒട്ടനവധിയായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളും അതുമെല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ കൃത്യമായി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്. ആ കോടതിയെ കാര്യങ്ങൾ, ആ കോടതിയിൽ ഇപ്പം നമുക്കറിയാം കോൺഗ്രസിൻ്റെ പ്രതിനിധി, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് ഇവിടെ ഇത് ബഫർ സോൺ ആക്കണമെന്നും പറഞ്ഞ് ആദ്യം കോടതിയിൽ പോയതാണ്. എനിക്ക് ചോദിക്കുവാനുള്ളത് BJPയുടെ പ്രതിനിധിയോട്, ഇവിടെ ഈ കർഷകരെ സംരക്ഷിക്കുന്ന BJP അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് ഒരു വർഷക്കാലം ദില്ലിയിൽ ഈ ഇന്ത്യയിലെ കർഷകർ സമരം ചെയ്തത്. അവരെന്തിനു വേണ്ടിയാണ് സമരം ചെയ്തത്? അവരെ എന്ത് സംരക്ഷിച്ചു എന്ന് മാത്രമല്ല 500-ലധികം കർഷകരാണ് അവർ മരിച്ചു വീണത്. ഈ കഴിഞ്ഞ ദിവസവും കാർഷിക പ്രശ്നങ്ങളുമായി സമരം ചെയ്ത ഒരു കർഷകനെ വെടിവെച്ച് കൊന്നു. എന്തിയെ അവരെ കർഷകരെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത്? BJP എന്നിട്ട് ഇവിടെ കർഷക സംരക്ഷണത്തെ പറ്റി പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ EP ജയരാജൻ പറഞ്ഞു എന്ന് പറയുന്ന ആ കാര്യത്തിൽ എനിക്ക് വളരെ ഒരു സരസമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധി, അവിടെ കോൺഗ്രസ് ജയിച്ചാൽ ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ 5 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസ് ആയിരിക്കും ജയിക്കാൻ വേണ്ടി പോകുന്നത്. അല്ല, കോൺഗ്രസ് അത്രയും ആളുകൾ ഇപ്പോൾ 2 MLA BJPയുടെ കഴിഞ്ഞ പ്രാവശ്യം 2 നിയമസഭാ സീറ്റിലേക്ക് മത്സരിച്ച ആളുകൾ ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയാണ് പാർലമെന്റിൽ. തീർച്ചയായും കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ആളുകൾ അവർക്കേ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അവരെ സമീപിക്കുന്ന നിലപാട് സ്വീകരിക്കും. ഇപ്പം ഈ കേരളത്തിൽ നിന്ന് തന്നെ ഏറ്റവും സമുന്നതരായ എത്രയോ നേതാക്കളാണ് കോൺഗ്രസിൽ നിന്നും ഈ സമീപകാലത്ത് BJPയിൽ പോയത്. ആ കൂട്ടത്തിൽ ഇനി ആരെല്ലാം അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി. എന്തുകൊണ്ട് കർഷക പ്രക്ഷോഭം? അതാണ് ചോദിച്ചത്. മൈക്ക് കൊടുത്തേ. കർഷക പ്രക്ഷോഭം എന്ന് പറയുന്നത് അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. എന്താ കാരണം ചെല്ലു? ഇപ്പം നടക്കുന്ന ഇദ്ദേഹം അത് ഡൽഹിയിൽ നിന്നാണ്. അതിന് മുമ്പ് ഒരു സമരം അവർ നടത്തിയിരുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും അത് നടന്നു. മനസ്സിലായോ? ആ നടന്നതും കർഷകർ ഇരുന്ന സ്ഥലമടക്കം ദേശീയ ജനാധിപത്യ സഖ്യമാണ് അവിടെ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചത്. മനസ്സിലായോ? അവിടെ കൃഷിക്കാരാന്ന് പറഞ്ഞ കുറച്ച് പേര് എവിടെ ഇടുക്കിയിൽ നിന്ന് പോയിട്ടുണ്ടോ? കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടോ? UP നിന്നുണ്ടോ? ബംഗാളിൽ നിന്നുണ്ടോ? ആന്ധ്രയിൽ നിന്നുണ്ടോ? കർണാടകയിൽ നിന്നുണ്ടോ? ചില ആളുകൾ തലക്കെട്ടും കെട്ടി അവിടെ വന്നിരുന്ന് വലിയ സമ്പന്നർ അവിടെ ഇരിപ്പുണ്ട്. മനസ്സിലായോ? ഒരു ചലനവും ഉണ്ടാക്കില്ല. പിന്നെ ഇടുക്കി ഞങ്ങൾ ചെയ്തില്ല എന്നാണോ? നമ്മൾ രാഷ്ട്രീയമായിട്ട് ചുമ്മാ പറഞ്ഞിട്ടില്ല. ഇടുക്കിയിലും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇവിടെ UDFൻ്റെ UPA ഭരണകാലത്ത് ഞാൻ അവര് സമരം ചെയ്തില്ലേ? അത് പറയട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങൾ ഇടയ്ക്ക് ചോദിക്കണ്ട. എനിക്ക് ഞാൻ പൊട്ടണമെന്നല്ല, എനിക്ക് കേൾവിക്കുറവൊന്നുമില്ല കേട്ടോ. അവിടെ ഞാൻ പറയാം. ഭീഷണിയൊന്നും വേണ്ട, അങ്ങനെ ഓവർ ഷൈനിങ് ഒന്നും വേണ്ട. പറയട്ടെ മറുപടി. അവിടെ ഓവർ ഷൈനിങ് ഒന്നും വേണ്ട. മര്യാദക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ക്ഷമിക്ക്, സഹിഷ്ണുത കാണിക്ക് പ്ലീസ്. മറുപടി പറയട്ടെ. സ്ക്രീനിൽ കാണാൻ വേണ്ടിയാ ഇത് തത്സമയ സംപ്രേഷണമാണ്, നാട്ടുകാർ മൊത്തം കാണുന്നതാണ്. ടെക്നോളജി ചാനലുകാർ അത് വെച്ച് കഴിഞ്ഞാൽ ഈ സോക്കേട് നിന്നോളും. ആരോഗ്യകരമായ ചർച്ചയാണ് വേണ്ടത്, മനസ്സിലായോ? അല്ലാതെ ആരോഗ്യകരമായ ചർച്ചയാ, ആരും തോപ്പിക്കാനും ജയിപ്പിക്കാനും അല്ല. അത് താനെന്തിനാ വന്നിരിക്കുന്നത്? താൻ എന്തിനാണ് വന്നിരിക്കുന്നത്? കൈരളിക്ക് മുമ്പിലാ. വല്ല പഠിച്ചിട്ട് പറ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കർഷക സമരത്തിന്റെ പേര് പറഞ്ഞ് കുറെ ആള് സമരം ചെയ്യും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയമായിട്ട് അവിടെ കുത്തിയിരിപ്പുണ്ട്, മനസ്സിലായോ? അതൊന്നും ഇവിടെ വിജയിക്കുന്ന പ്രശ്നമില്ല. ഞാൻ മുമ്പ് പറഞ്ഞു, ഇടുക്കിയിലെ കൃഷിക്കാരെ തെരുവിലേക്ക് ഇറക്കി വിട്ടത് മാധവ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പേരിലായിരുന്നു. ഇവിടെ മുഴുവൻ സമരമായിരുന്നു, മനസ്സിലായോ? ഞാനതാ പറഞ്ഞത്. അത് കേൾക്കാനില്ല. BJP ഗവൺമെന്റ് വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഭയത്തിൽ നിന്ന് ഇടുക്കിയിലെയും കേരളത്തിലെയും കൃഷിക്കാർ രക്ഷപ്പെട്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് കണ്ണടച്ച് വർത്താനം പറഞ്ഞൊരു കാര്യമില്ല. ഇവര് പറയാണ് ആ കാട്ടിലുള്ള ആ സ്വഭാവം കാണിക്കേണ്ട. നമ്മൾ കട്ടപ്പനക്കാരല്ലേ, കൂവൊന്നും വേണ്ട, കാട്ടിലുള്ള പരിപാടി വേണ്ട. അതിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടൊക്കെ കണ്ടത്. അതുകൊണ്ട് മര്യാദക്ക് സംസാരിക്കുക, കൂവൊന്നും വേണ്ട. ആ നടക്കത്തില്ല. അതെനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട്
ഈ കൃഷിക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഭയാശങ്കയിലായിരുന്നു. മനസ്സിലായി? ഇവർ പറയാണ് കേരള ഗവൺമെന്റ് ഹൈക്കോടതി, ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുമ്പ് പറഞ്ഞ ബഫർ സോൺ എങ്ങനെയാ പരിഹാരം ഉണ്ടായത്? കേരള ഗവൺമെന്റ് ഈ കേരളത്തിലെ 2.25 കോടി ജനങ്ങൾ അല്ലെങ്കിൽ 3 കോടി ജനങ്ങൾ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ മാത്രമാണ് അവിടെ പോയത്. കേന്ദ്ര ഗവൺമെന്റാണ് സുപ്രീം കോടതി അഫിഡവിറ്റ് കൊടുത്തത്. നിങ്ങൾ രേഖ നോക്കി പറയുക, ഒരു കള്ളവും പറഞ്ഞ് ഇവിടെ സ്ഥാപിക്കാൻ ഞാനൊന്നുമല്ല. സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് ബഫർ സോൺ നിർത്തലാക്കിയത്. മനസ്സിലായോ? അവിടെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ അതുകൊണ്ട് കൃഷിക്കാരുടെ കാര്യം ഒന്നും പറഞ്ഞത് നിങ്ങൾക്കറിയാം, ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് 50,000-ത്തിലും 79,000 ആളുകളുടെ വീടുകളിൽ ഈ ഇടുക്കി ജില്ലയിൽ 4 മാസം ഇരിക്കുമ്പോൾ 2,000 രൂപ, ഇതുവരെ 38,000 രൂപ ഈ ഇരിക്കുന്നവരെ അടക്കം വീടുകളിൽ ചെന്നിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധി, മനസ്സിലായോ? അതൊക്കെ നമ്മുടെ ജില്ലയിലെ കൃഷിക്കാർ വാങ്ങുന്നതാണ്. ഇങ്ങനെ കൃഷിക്കാർക്ക് പ്രയോജനകരമായ അനേക കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരാൾ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിക്കുകയുണ്ടായി, എന്താ മുസ്ലിങ്ങളെല്ലാം ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയുള്ള സമീപനമാണ് CAA കൊണ്ടുവന്നത്. ആദ്യം എൻ്റെ സ്നേഹിതന്മാർ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ പ്രകടന പത്രിക എന്നല്ല പറയുന്നത്, എങ്കിലും പ്രകടന പത്രിക എന്ന് പൊതുവെ പറയുന്നതാണ്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് CAA. ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ CAA നടപ്പാക്കും. എന്താ അതിൻ്റെ അർത്ഥം? എന്താണ്? മുസ്ലിം വിരുദ്ധമല്ല. മഹാത്മാഗാന്ധിയും സമാധാനം എടുക്കുക, മഹാത്മാഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗും ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു, അവിടെ 3 രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി അവിടെ നിന്ന് ഓടി വന്നിട്ടുള്ള മുസ്ലിം ഈ 6 സമുദായത്തിന്റെ പേര് പറഞ്ഞ് അവർക്ക് ഇവിടെ കൊടുക്കണമെന്ന് 47 മുതൽ പറയുന്നതാണ്. ഇന്ത്യ ഭരിച്ച ആരും ഒഴിഞ്ഞിട്ടില്ല. UPA ഭരണകാലത്തെ ഉണ്ട്. 1947 ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞേക്കട്ടെ, സൂത പറഞ്ഞേക്കട്ടെ, ഇന്ത്യ 2ആയി വെട്ടിമുറിച്ചത് എന്തിനു വേണ്ടിയാണ്? ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറ. ഇന്ത്യ 2ആയി വെട്ടിമുറിച്ചത് മതത്തിന്റെ പേരിലാണ്. മതത്തിന്റെ പേരിലാണ്. പാകിസ്ഥാനിൽ മതപീഡനമില്ല. പാകിസ്ഥാനിൽ അവിടെ ഇരിക്കും മക്കളെ, ഊബി തോപ്പിക്കാതെ. ഞാൻ പറഞ്ഞെന്ന് കേക്ക്, നിങ്ങളെ വാച പിടിക്കാൻ ഞാൻ പറഞ്ഞ കേക്ക്, കൂവാതെ ഞാൻ പറഞ്ഞത്. പാകിസ്ഥാനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1947 ഇന്ത്യ 2ആയി വെട്ടിമുറിച്ചത് മതത്തിന്റെ പേരിലാണ്. അവിടെ മുസ്ലിങ്ങൾക്ക് ഒരു മതപീഡനവുമില്ല. ആ 3 രാജ്യങ്ങളിൽ ഒരു മതപീഡനവുമില്ല. അവിടെ മതപീഡനം ഏറ്റുവാങ്ങിയവര് ഈ റിപ്പോർട്ടിൽ പറയുന്ന 6 സമുദായങ്ങളാണ്. അവര് ഇന്ത്യയിൽ അവർക്ക് പൗരത്വം കൊടുക്കുക എന്നുള്ളത് മുൻ ഭരണാധികാരികൾ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധമില്ല. ഞങ്ങളുടെ പ്രകടന പത്രിക നടപ്പാക്കാൻ വേണ്ടിയാ, അവരുടെ വോട്ട് കിട്ടിയാ ഞങ്ങൾ അധികാരത്തിൽ വന്നത്. ദയവേത് പ്ലീസ്, പോലീസ് ഇടപെടണം. ആരോഗ്യകരമായ സംവാദമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, തമ്മിലടിക്കാനല്ല. ദയവേത് നിങ്ങൾക്ക് ചോദിക്കാം, അഭിപ്രായം പറയാനുള്ള ഒരു വേദിയാണ്. എന്തിനാണ് ഈ ബലപ്രയോഗം? ദയവേതൊന്ന് സഹകരിക്കുക പ്ലീസ്, ഒന്ന് സഹകരിക്കുക പ്ലീസ്. ദയവേതൊന്ന് സഹകരിക്കുക. ഹലോ പ്ലീസ് ഒന്ന് സീറ്റിൽ വന്നിരിക്കും, എല്ലാവരും സഹകരിക്കും. അവരെ മാറ്റണം കേട്ടോ. മദ്യപിച്ച് വന്നിട്ടുള്ള ആളുകൾ ഏത് പാർട്ടിപ്പെട്ടവരാരും അവരെ മാറ്റണം. പോലീസ് ഇടപെടണം. പ്ലീസ് ഒന്ന് എല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് ഇരിക്കൂ പ്ലീസ്. ദയവേത് പ്ലീസ്. പോലീസ് ഉണ്ട്. ഇത് ശരിയല്ല ദയവേത്. ദയവ് ചെയ്ത് പ്ലീസ് എല്ലാവരും ഇരിക്കുക. കസേരയോട് അരിക്ഷം കാണിച്ചിട്ട് കാര്യമുണ്ടോ? എല്ലാവരും ഇരിക്കുക. കസേര എന്ത് മേടിച്ചു? നോക്ക്, ഇത് തത്സമയ സംപ്രേഷണമാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ളവർ കാണുന്നുണ്ട്. ഇത് 8ാമത്തെ ജനസഭയാണ്. ഇതുവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ദയവേത് നിങ്ങളൊന്ന് സഹിഷ്ണുത കാണിക്കുക. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട്. തമ്മിൽ തല്ലരുത് ദയവേത് പ്ലീസ്. കട്ടപ്പനക്കാരെല്ലാം ഐക്യത്തിൽ പോകുന്നവരല്ലേ? പ്ലീസ് എല്ലാവരും നിങ്ങളുടെ ഐക്യം അത് നാട്ടുകാർ കാണട്ടെ. ദയവേത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, ദയവേത് സഹകരിക്കുക പ്ലീസ്. അഭിപ്രായം പറയാനുള്ളവർക്ക് പറയാം. ഇവിടെ ഏത് ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഇടപെടാതിരിക്കുക ദയവ് ചെയ്തിട്ട് പ്ലീസ്. യെസ് അടുത്ത ചോദ്യം ഒന്ന് ചോദിച്ചോളൂ പ്ലീസ്. ശ്രീ നഗരരാജനോടാണ് ഒരു ചോദ്യം. ഒന്ന്, ഇപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഇന്ത്യയെ വെട്ടിക്കുന്നത് മതപരമായിട്ടാണെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ എതിർത്ത് നിന്ന ഗാന്ധിയെ കൊന്നത് ആരാണ്?
ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, ഇന്ത്യ ഒരു സാംസ്കാരിക രാജ്യമാണ്. ജനഗണമനവധി നായകചരി എന്ന് ചൊല്ലാൻ പോലും അറിയാത്ത രാഷ്ട്രീയക്കാരുള്ള കേരളമാണ് കേരളം, അല്ലെങ്കിൽ രാജ്യം. ഈ രാജ്യത്ത് ആയിക്കോട്ടെ, അവർ കേൾക്കാനുള്ള പറയുന്നത്, അവരോട് കേൾക്കാനേ പറയുന്നത്. ഓക്കെ, അത് പറഞ്ഞു വന്നത്, ലോകത്തിലെ മഹാകവിയായിരുന്ന ടാഗോർ അദ്ദേഹം കസേരയിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ താഴെ നിലത്തിരുന്നുകൊണ്ട് വിനയാനിതനായിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. നിങ്ങൾ ശക്തമായി എതിർത്താണല്ലോ പുള്ളിയെ. നിൽക്കട്ടെ, ഞങ്ങൾ എഴുതാനല്ല, നിങ്ങൾ ചോദ്യം പറഞ്ഞിട്ട് പറയൂ. അങ്ങനെ ഇരുന്ന ആ വലിയ മനുഷ്യനെ അദ്ദേഹം ഉണ്ടാക്കിയ സർവകലാശാലയുടെ പുതുക്കി പണിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പേരും മഹാനായ ടാഗോറിന്റെ പേരും അദ്ദേഹത്തിന്റെ ഫലവും ദൂരത്തെറിഞ്ഞിട്ട് മോദിയുടെ പ്രതിമ വെച്ച ആളാണ് നിങ്ങൾ. ഇന്ത്യയിലെ സാംസ്കാരികമുള്ള ജനതയുടെ മുമ്പിൽ എന്ത് സന്ദേശമാണ് അത് വഴി കൊടുക്കുന്നത്? അതൊന്ന്. ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഏറ്റവും ലോകം കണ്ട അഴിമതിയിലൂടെ മോദി ഏറ്റവും വലിയ അഴിമതി പേരിലാണ് ലോകം കണ്ടു കഴിഞ്ഞു. ഇതിനെ മറയിടാൻ വേണ്ടിയല്ലേ നിങ്ങളിപ്പോൾ തിടുക്കത്തിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത്? ഇദ്ദേഹം പറഞ്ഞ പോലെ 5 രാജ്യം, അഫ്ഗാനിസ്ഥാനും അടക്കമുള്ള 3 രാജ്യങ്ങളിലേക്ക് വരുന്ന ആരൊക്കെയാണ്? അതിൽ മുസ്ലിങ്ങളുണ്ടോ? ഉള്ളൂ. മുസ്ലിങ്ങളെ ഒഴിവാക്കി. അതുകൊണ്ടാണ് എഴുതുന്നത്. മുസ്ലിങ്ങള് മനുഷ്യരാണ്, അവരെ എന്തിനു ഒഴിവാക്കി? അതിന് ഉത്തരം പറയണം. ഓക്കെ. 2 ചോദ്യങ്ങൾ. ഇദ്ദേഹം മാത്രമല്ല പെട്ടോ, അപ്പോ അതിഥിയായിട്ട് ഇവിടെ ഇരിക്കുന്ന വേറെ 2 പേര് കൂടിയുണ്ട്. ശ്രീ സജിയും ഉണ്ട്, ജോയ് വെട്ടിക്കുഴിയുണ്ട്. ചോദ്യം ചോദിക്കാം. മറുപടി പെട്ടെന്ന്. ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം സഹിക്കുന്ന ആളുകളെ ഞാൻ ആദ്യമായിട്ട് CPM-ന്റെ ഭാഗത്ത്, കാരണം നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റിനെതിരായി 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ കറുത്ത സായിപ്പന്മാരുടെ കയ്യിലേക്കാണ് അധികാരം കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരെ സായുധ വിപ്ലവം നടത്തിയ പാർട്ടിയുടെ പേരാണ് CPM, മനസ്സിലായോ? ആ CPM നെഹ്റുവിനെ പൊടുത്തുക, നെഹ്റുവിൻ്റെ നയങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, നെഹ്റുവിൻ്റെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ കാഴ്ചപ്പാടില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ വായി മറുപടി തീർക്കാൻ പറ്റില്ല, എനിക്ക് പറയട്ടെ. അതുകൊണ്ട് നെഹ്റുവിനെ ആർക്കാ വേണ്ടത്? നെഹ്റുവിനെ BJP ഗവൺമെൻറ് തടഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും, കാരണം അവരുടെ മുത്തച്ഛൻ്റെ പേരുമല്ല അവരിട്ടേക്കുന്നത്, മനസ്സിലായോ? അവരുടെ അച്ഛൻ്റെ പേരാണ് ഫിറോസ് ഗാന്ധി എന്നാണ്. ആ അച്ഛൻ്റെ പേരിടാതെ ഗാന്ധിജിയുടെ പേരിട്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർക്കില്ലാത്ത വിഷമമുണ്ടോ നിങ്ങൾക്ക് CPM-ൻ്റെ ആളുകൾ ജവഹർലാൽ നെഹ്റുവിനോട്? അതുകൊണ്ട് അതൊന്നും പറയാൻ ഒരു കാര്യം. മറ്റൊന്ന്, 3 വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. അവിടെ ഞാൻ ആദ്യം മറുപടി പറഞ്ഞതാണ്. വിദേശ രാജ്യം 47 ഇന്ത്യ വിഭജിക്കുമ്പോൾ കുറച്ചാൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവർ അങ്ങോട്ട് പോകും, അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടവർക്ക് വരാമെന്ന് പറഞ്ഞ്. അവിടുന്ന് വന്നവർ ഹിന്ദുക്കളാണ്, ഒറ്റ മുസ്ലിമും വന്നില്ല. ഇവിടെ ആനവില സന്യാസിയോടെ എന്ന് വരെ ആളുകൾ മുസ്ലിങ്ങൾ അങ്ങോട്ട് പോയതാണ്. അത് മുസ്ലിം രാജ്യമാണെന്ന് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ പീഡനം ഏറ്റുവാക്കി ഒരു മുസ്ലിം ഇങ്ങോട്ട് വരുന്നില്ല. ഇങ്ങോട്ട് വന്നത് ഇവിടെ നല്ല രാജ്യമുണ്ട്, നുഴഞ്ഞു കയറി വന്നവരാണ്. അവരെ അംഗീകരിക്കാൻ പറ്റില്ല, ലോകത്തൊരു രാജ്യവും അംഗീകരിക്കത്തില്ല. നേരെ മുമ്പ് പറഞ്ഞ ഈ 6 ജനവിഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾ അടക്കമുള്ള ആളുകൾക്ക് ഇന്ത്യയിലൊക്കെ അല്ലാതെ വേറെ, അവർക്ക് എല്ലാവരോടും പറഞ്ഞ മഹാത്മാഗാന്ധി അടക്കം പറഞ്ഞതാണ് അവർക്ക് കൊടുക്കാം. ഇതുവരെ കൊടുക്കാന്ന് പറഞ്ഞല്ലാതെ കൊടുത്തില്ല. മോദിയുടെ പ്രകടന പത്രിക പറഞ്ഞിരുന്നു, നമ്മൾ നടപ്പാക്കി. അത് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇവരെന്ത് ബഹളം വെച്ചാലും നടപ്പാക്കിയിരിക്കും. ഓക്കെ, ഒരു ചോദ്യം കൂടെ, ആ ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഇലക്ടറൽ ബോണ്ട്. ഇലക്ടറൽ ബോണ്ട് പറയട്ടെ പ്ലീസ്. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇലക്ടറൽ ബോണ്ട് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് അത് പാർലമെന്റ് അംഗീകരിച്ചാണ് എങ്ങനെയാണ് ഫണ്ട് പിരിച്ചുകൊണ്ടിരുന്നത്? ഈ രാജ്യത്തെ മുതലാളിമാരോട്, സമ്പന്നരായരോട്, പണമുള്ളവരോട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം മേടിക്കുവാൻ ഒരു തെളിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇത് റിസർവ് ബാങ്കിൽ എന്താണ് മേടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചെക്ക് ഒപ്പിട്ട് കൊടുത്താണ് മേടിക്കുന്നത്. പാർലമെന്റ് പാസ്സാക്കിയതാണ്. അത് ഇപ്പോൾ തെളിഞ്ഞല്ലോ. അപ്പോൾ എന്താണ് എല്ലാം ധരിച്ചത്? ഇവരെല്ലാം ധരിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞേട്ടെ, മരിക്കേ, എല്ലാവരും ധരിച്ചത് എന്താണ്? ഇലക്ട്രൽ ബോണ്ട് പുറത്തു വരുമ്പോൾ BJP-ക്കാർ ഇവിടെ ഓടുവെന്നാണ്. മനസ്സിലായോ? ആരാ മേടിച്ചത്? BJP കൂടുതൽ മേടിച്ചിട്ട് എന്താ കാര്യം? BJP ഈ രാജ്യത്തെ 30 കേന്ദ്ര സംസ്ഥാനങ്ങളെല്ലാം, കേന്ദ്രഭരണ പ്രദേശം എല്ലാം കൂടെ 31 സ്റ്റേറ്റിൽ 27 ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റവും വലിയ പാർട്ടിയാണ്. ഏറ്റവും വലിയ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടും. എന്നാൽ ഇവരുടെ ഘടകകക്ഷിയായിട്ടുള്ള, ഞാൻ പറയട്ടെ മക്കളെ, ഞാൻ പറയട്ടെ, തോക്കിനകത്ത് വെടിവെക്കാതെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഘടകകക്ഷി ഉണ്ടല്ലോ, നിങ്ങളുടെ നേതാക്കന്മാര്, കോൺഗ്രസ് നേതാക്കന്മാർ, കോൺഗ്രസിന് എത്ര കിട്ടിയത് ഞാൻ പറഞ്ഞു കേട്ടെ. ഞാൻ പറഞ്ഞ രണ്ടാമത് ചോദ്യം ചോദിക്കൂ. DMK മനസ്സിലായോ എത്ര കോടിയാ കിട്ടിയത്? ബംഗാളിലെ ത്രിമൂൺ കോലത്ത് എത്ര കോടിയാണ് കിട്ടിയത്? മനസ്സിലായോ? DRS-ന് എത്ര കോടിയാ കിട്ടിയത്? മനസ്സിലായോ?
ഞങ്ങൾക്ക് കിട്ടിയ ഫണ്ടിന്റെ 51% മാത്രമേ ഈ ബോണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായോ? ഇവിടെ CPM മേടിച്ചിട്ടില്ലാന്ന്. CPM കേരളത്തിൽ ഫണ്ട് തരും. സജി ചോദിച്ചാൽ കോട്ടയം കിടക്കാർ തരും. MM ചോദിച്ചാൽ ഇടുക്കിക്കാർ തരും. ഈ കേരളത്തിന് അപ്പുറം ഫണ്ട് ചോദിക്കാൻ നിങ്ങൾക്ക് ആര് തരാനാ? പാർട്ടി ഉണ്ടായിട്ട് വേണ്ടേ? ഫണ്ട് പിരിക്കാത്ത പാർട്ടിയാണോ? ഏറ്റവും കൂടുതൽ ഫണ്ട് കേരളത്തിൽ പിരിക്കുന്ന പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ കട്ടപ്പുറയിൽ ഫണ്ട് പിരിക്കുന്ന പാർട്ടി CPM. അവര് പറയാണ് ചെക്ക് ഒപ്പിട്ട് കൊടുത്താണ്. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങളൊന്നും ഇവിടെ കൊണ്ട് വിണ്ടു പോവില്ല. അദാനി അംബാനിയും കൊടുക്കുന്നല്ലേ പറഞ്ഞത്? എന്തേ രേഖ വന്നപ്പോ ഒളിച്ചു പോയില്ലേ? അദാനി അംബാനിയും കോടികൾ BJP കൈപ്പറ്റുന്നല്ലേ? ബോണ്ട് വന്നപ്പോ എന്ത് പറ്റി? ആരോടാ? CPM പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ചോദിക്കൂ. ഇവിടെ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് കസ്തൂരിരംഗനും മാധവ് കാട്ടിക്കലും റിപ്പോർട്ടും എല്ലാം വരുന്ന സന്ദർഭത്തിൽ BJP ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺഗ്രസ് ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ രണ്ട് നിലപാടിനെ ചെറുത്ത് തോൽപ്പിച്ചത് ഇവിടുത്തെ ജനങ്ങളാണ്. CPM അതിൻ്റെ അകത്തുള്ള നിലപാടൊന്ന് സൂചിപ്പിക്കണം. അതേപോലെ തന്നെ ഭൂപ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇവിടെ വാതോരാതെ കോൺഗ്രസും BJPയും ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുക. എന്താണ് CPM ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യം ഒരു ഗവൺമെന്റ് ചെയ്തതും CPM നിലപാട് എന്താണ്, ബാക്കിയുള്ള ആളുകൾക്ക് ഭൂവിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. മറുപടി അപ്പുറത്ത് മൈക്ക് കൊടുക്കണം പ്ലീസ്. എല്ലാവരിലും മൈക്കെത്തും. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു, സങ്കീർണമാണ് ഇടുക്കിയിലെ ഭൂപ്രശ്നം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുള്ള ഒരു നാട്ടിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നിയമങ്ങൾ, അതുകൂടാതെ നമ്മുടെ രാജ്യത്തിനകത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ജയറാം രമേശിൻ്റെ നേതൃത്വത്തിലുള്ള ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടി നടത്തിയ പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ, അന്നത്തെ MP ആയിരുന്ന ശ്രീ PT തോമസിൻ്റെ ഇടപെടൽ, അതിനെ തുടർന്ന് സങ്കീർണമായ ഇടുക്കിയിലെ പശ്ചിമഘട്ട മലനിരകളും ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങളും, ആ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതി, അവരുടെ നേതൃത്വത്തിലുള്ള ഇടപെടൽ, അതിൻ്റെ എല്ലാം ഭാഗമായി ഒരു പരിധി വരെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഘട്ടങ്ങളിലെല്ലാം ഈ രാജ്യത്തെ ഈ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരെ അതിൽ നിന്നും മാറ്റാൻ വേണ്ടി ഗോവ ഫൗണ്ടേഷനും അതുപോലെ തന്നെ തിരുവാങ്കുളം നേച്ചർ ക്ലബ്ബ് എന്ന പേരിൽ 2-3 ക്ലബ്ബുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ കോടതിയിലടക്കം നടത്തിയ വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമുക്ക് കഴിയാതെ വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് അഡ്വക്കേറ്റ് ജോയ്സ് നോർത്ത് നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി സങ്കീർണമായ പ്രശ്നങ്ങൾ കുറച്ച് പരിഹാരം കാണുവാനും, ഏറ്റവും അവസാന ആ പ്രശ്നങ്ങൾക്ക് കേരള നിയമസഭയിൽ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും, മലയോര മേഖലയിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും വേണ്ടിയുള്ള ഇടപെടൽ നടത്തുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ആ നിയമം പാസ്സാക്കാൻ വേണ്ടി വന്ന ഘട്ടത്തിൽ ഈ കേരളത്തിലെ നിയമസഭയ്ക്കകത്തെ ഒരു MLA ആയ മാത്യു കുഴൽനാടൻ, കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ മാത്യു കുഴൽനാടൻ അതിൽ നിന്ന് ബഹിഷ്കരിച്ചിറങ്ങിപ്പോവുകയും അദ്ദേഹം അതിനെതിരെ നിയമ നടപടിയായി പോവുകയും ചെയ്ത സാഹചര്യം. അതോടൊപ്പം തന്നെ ആ നിയമം ഒപ്പിടാതെ ഗവർണറുടെ മുന്നിലെത്തിയ ആ നിയമം ഒപ്പിടാതെ വന്നതുകൊണ്ടാണ് ഈ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ. എന്നാൽ ഈ സങ്കീർണമായ സാഹചര്യത്തിലും കട്ടപ്പന അടക്കമുള്ള പ്രദേശത്ത് 4000-ഓളം പട്ടയങ്ങൾ കൊടുത്ത്, ഇരട്ടയാലിലെ 10 ജെയിൻ മേഖലയിൽ 10,000-കണക്കിന് പട്ടയങ്ങൾ കൊടുത്തുകൊണ്ട് ഇപ്പം 350-ഓളം വരുന്ന ഈ മലയോര മേഖലയിലെ കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകളുടെ പട്ടയം കൊടുക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഈ സർക്കാർ പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാർ അവരോടൊപ്പമാണ്, അവരുടെ കൂടെയാണ്. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീധരരാജൻ പറഞ്ഞു ഫണ്ട് പിരിക്കുന്നത് ഞങ്ങൾ കോട്ടക്കടയിൽ പോകാറുണ്ട്. അതിനൊന്നും ഒരു സംശയമില്ല, ഞങ്ങളവിടെ പോയി പിരിക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ പാർട്ടി, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫണ്ട് തരാത്തത്. അങ്ങനെയല്ല, ഇലക്ട്രൽ ബോണ്ട് സമാഹരിക്കാൻ വേണ്ടി തീരുമാനിച്ച ഘട്ടത്തിൽ നമുക്കറിയാം ഈ രാജ്യത്ത് ഇപ്പോൾ നമ്മൾ കുറേ പുതിയ മുതലാളിമാരുടെ പേര് കേൾക്കുന്നുണ്ട്. നമ്മുടെ കട്ടപ്പനയെ പുതിയ മുതലാളിമാരുടെ, ആദ്യം കോട്ടയക്കടയും അതുപോലെ തന്നെ ചേന്നാട്ടുപറ്റൊക്കെ ഉള്ളത്, ഇപ്പോൾ പുത്തൻ മുതലാളിമാരുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദാനി, അംബാനി തുടങ്ങിയ മുതലാളിമാർ വരുന്നുണ്ട്. അവർ ഈ രാജ്യത്തിന്റെ പൊതു സ്വത്ത് കൊള്ളയടിക്കുകയാണ്. പൊതു സ്വത്ത് അത് കാണികളെ നേരിട്ട് തന്നു. അതുകൊണ്ട് അവരുടെ പേര് വന്നിട്ടില്ല, അവർ നേരിട്ട് കൊടുത്തു. പക്ഷേ
അവർ ഈ രാജ്യത്തെ വിമാനത്താവളങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അതെല്ലാം അവർ ചെറിയ വിലയ്ക്ക് മേടിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 100 രൂപയുടെ സാധനം 20 രൂപയ്ക്ക് കൊടുക്കുകയാണ്. 20 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ, ആ പണം നേരിട്ട് മേടിക്കണം. അദാനി അംബാനി അവിടെയില്ല, പേരില്ല. അത് ശരി, അദ്ദേഹം പറഞ്ഞത് ശരിയാ. അവരുടെ പേരേ വരേണ്ട കാര്യമില്ല, ഈ നാട്ടിലുള്ള ഓരോ കൊച്ചു പൗരനും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് വാങ്ങില്ല. CPIM ഞങ്ങൾക്ക് ഈ പണം വേണ്ട. ഈ നാട്ടിലെ കൃഷിക്കാരായ സാധാരണക്കാരായ ചെറുകിട വ്യാപാരികളോട് ഞങ്ങൾ പണം പിരിക്കും. കോട്ടയം കട ഇന്ത്യൻ ബൂർഷാസി അല്ല, കോട്ടയം കട ഇന്ത്യയിലെ മുതലാളിയല്ല. ഈ ബഹുമാനപ്പെട്ട ശ്രീനഗർ രാജൻ പറഞ്ഞ ഇന്ത്യൻ കൃഷിക്കാരന്റെ പ്രതീകമാണ് കോട്ടയം കട. ഇപ്പൊ പഞ്ചാബിലെയും ഡൽഹിയിലെയും ഹരിയാനയിലെയും ഇന്ത്യൻ കൃഷിക്കാരനുണ്ട്. 10,000 കണക്കിന് ഏക്കർ ഭൂമിയുള്ള ഇന്ത്യൻ കൃഷിക്കാരൻ. അവൻ പറഞ്ഞു നരേന്ദ്രമോദി നടപ്പാക്കുന്ന ഈ കർഷക നയം വന്നാൽ എൻ്റെ ഭൂമിയിൽ പുതിയ യന്ത്രോപകരണങ്ങൾ വരും, അവൻ ഭൂമി ഉഴുതുമുറിക്കും, അവിടെ പുതിയ കൃഷി രീതി വരും. അങ്ങനെ വന്നാൽ എൻ്റെ ഭൂമിയിൽ പിന്നെ കൃഷി ചെയ്യാൻ പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻ്റെ ഭൂമിയിലെ കർഷക തൊഴിലാളികളെ അടക്കം അണിനിരത്തിക്കൊണ്ട് അവൻ സമരത്തിനിറങ്ങിയത്. അതുപോലെയാണ് ഞങ്ങൾ കോട്ടയങ്ങടെ കാണുന്നത്. അവരോട് ഞങ്ങൾ ചില്ലി തുട്ടുകൾ പിരിക്കും. അതിനെന്താ നാണക്കേട്? ഒറ്റ കാര്യം കൂടി. ഇപ്പൊ അദാനിയുടെ അംബാനിയുടെ ഒക്കെ കാര്യം പറഞ്ഞു. സ്വകാര്യവൽക്കരണം കോർപ്പറേറ്റ് വൽക്കരണം, അതിനോടുള്ള നിലപാട് എന്താ? പാർട്ടിയുടെ നിലപാട് എന്താ? സ്വകാര്യവൽക്കരണം കോർപ്പറേറ്റ് വൽക്കരണം, നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ? ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. രണ്ടും വേണ്ട. അപ്പൊ പിന്നെ ഇവിടെ വിദേശ സർവകലാശാലകൾ അടക്കം വരുന്നുണ്ടല്ലോ, സ്വകാര്യ സർവകലാശാലകൾ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. സുഹൃത്തെ ഒരു കാര്യം ചോദിക്കട്ടെ, സ്വകാര്യവൽക്കരണം അദ്ദേഹത്തോടാണ് ചോദിച്ചത്. നിങ്ങൾ തുടക്കം മുതൽ അവിടെ ഇരിക്കും. ഞാൻ ചോദിക്കും മറുപടി. പറയട്ടെ. ആഗോളവൽക്കരണ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം നയങ്ങൾ ഇന്ത്യ രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാക്കും. രണ്ട് ജനങ്ങളെ തമ്മിൽ കേട്ടോ. അതുകൊണ്ട് ഈ നയങ്ങളെ ഞങ്ങൾ എതിർക്കുകയാണ്. ഓക്കെ. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു ഇടവേള കൂടി തിരിച്ചു.